നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാമ്പുകടിയേറ്റ എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര മരണത്തിന് കീഴടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. സംസ്ഥാനത്ത് UDF തരംഗമെന്ന് എക്സിറ്റ് പോൾ. കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസ്. പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കന്നഡ സിനിമയിൽ കാസർഗോഡ് നിന്നും പുതിയൊരു താരോദയം. ശരൺ രാജ് കാസർഗോഡ് നായകനായി എത്തിയ ലൂഡോയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം. പോസ്റ്റ് ഓഫീസിൽ നിന്നും പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹ സമരവുമായി ദാമോദരൻ. കാസർഗോഡ് നഗരസഭയിൽ ത്രിദിന ശുചീകരണ യജ്ഞം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാമ്പുകടിയേറ്റ എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര മരണത്തിന് കീഴടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടി മരണപ്പെട്ടത്. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്താകമാനം വീട്ടിനുള്ളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേർക്ക് പാമ്പ് കടിയേറ്റതായുള്ള വാർത്തകൾ ആശങ്ക പരത്തുന്നതിനിടയിലാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തരമൊരു അപകടമുണ്ടായത്. മലയോര പ്രദേശമായ എളേരിത്തട്ട് ഉന്നതിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തൊട്ടി കുറുവാട്ട് വീട്ടിൽ ശരത്ചന്ദ്രന്റെയും അജിതയുടെയും മകളായ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ പാമ്പ് കടിയേൽക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. നില ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഋതുചന്ദ്രയുടെ മരണം എളേരിത്തട്ട് തൊട്ടി പ്രദേശത്തെ സങ്കടത്തിലാഴ്ത്തി. ഈർച്ചമില്ലിൽ നിന്നും കൊണ്ടുവന്ന് വീടിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മര ഉരുപ്പടികൾക്കിടയിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരികയും കുട്ടിയെ കടിക്കുകയുമായിരുന്നു. മൂർഖൻ പാമ്പാണ് കുട്ടിയെ കടിച്ചത്. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകളെ തണുപ്പുള്ള ഏത് ഭാഗത്തും കാണുവാനിടയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഈ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. വീട്ടുപരിസരത്തെ വിറകുപുര, അടയ്ക്ക, തേങ്ങ, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ചകിരി കൂട്ടിയിടുന്ന സ്ഥലം, പണിയായുധങ്ങളും കൂടെയും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം, വസ്ത്രം ഉണങ്ങുവാനിടുന്ന സ്ഥലം, കരിയിലകൾ കൂടിക്കിടക്കുന്നതുൾപ്പെടെ എല്ലായിടത്തും കണ്ണുവേണമെന്ന് ആരോഗ്യപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. വീടിന്റെ ചുവരുകളിലെ ചെറിയ വിള്ളലുകളിൽ വരെ ശംഖുവരയൻ പോലെയുള്ള പാമ്പുകളെ കാണാറുള്ള കാര്യവും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. നാടെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. കൊതുക് പെരുകുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം പാമ്പുൾപ്പെടെ മനുഷ്യജീവന് ഭീഷണിയായിട്ടുള്ള ജീവികളെ വീട്ടുപരിസരത്തു നിന്നും അകറ്റി നിർത്തുവാനുള്ള ശ്രമവും വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം സർവേ തള്ളി LDF. സംസ്ഥാനത്ത് UDF തരംഗമെന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സാധൂകരിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. വോട്ടെണ്ണലിന് ഇനി 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചകളാണ് കാസർഗോഡ് ജില്ലയിൽ മുന്നണികൾക്കിടയിൽ നടക്കുന്നത്. SIRലൂടെ വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ് ശതമാനത്തിലെ വർധന തുടങ്ങിയവയൊക്കെ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ നിലനിർത്തുകയും ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ LDFൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. കാഞ്ഞങ്ങാട്ട് വോട്ട് നില മെച്ചപ്പെടുത്തുമെന്നും അവർ പറയുന്നു. എന്നാൽ നിലവിൽ കൈവശമുള്ള ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോട്ടും നില മെച്ചപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പിലാണ് LDF.
മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് NDAയുടെ പ്രതീക്ഷ. AKM അഷ്റഫിന്റെ കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ കേഡർ വോട്ടുകൾക്കും മുന്നണി വോട്ടുകൾക്കും പുറമെ നിഷ്പക്ഷ വോട്ടുകളും നേടി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. ഇത്തവണ വോട്ടർ പട്ടികയിൽ നടന്ന ശുദ്ധീകരണം UDFന് ഗുണകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. 4ാം തവണയും മണ്ഡലത്തിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന K. സുരേന്ദ്രൻ ഇക്കുറി വിജയിച്ചു കയറുമെന്നാണ് BJP പ്രതീക്ഷ. BJP അനുകൂല വോട്ടുകളുടെ പരമാവധി ഏകീകരണവും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും K. സുരേന്ദ്രന് നിർണായകമാണ്. LDFിലെ KR ജയാനന്ദ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാകും. മഞ്ചേശ്വരത്ത് വോട്ട് വിഹിതം കൂടുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. എന്നെ നെല്ലിക്കുന്ന് മാറിയ സാഹചര്യത്തിൽ സംഘടനാ കരുത്ത് തെളിയിക്കേണ്ട പോരാട്ടമായാണ് കാസർഗോഡ് മണ്ഡലത്തിലെ പോരാട്ടത്തെ മുസ്ലിം ലീഗ് കാണുന്നത്. ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകാതെ നോക്കുക എന്നതാണ് UDFിലെ കലക്ടർ മാഹിൻ ഹാജിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം നിയമസഭയിലും ആവർത്തിക്കുവാനാണ് NDAയിലെ ML അശ്വിനി ശ്രമിക്കുന്നത്. കാസർഗോഡ് നഗരസഭ ഒഴികെ മണ്ഡലത്തിലെ NDA സ്വാധീന മേഖലകളിലാണ് ഇവരുടെ പ്രതീക്ഷ. LDFിന് വേണ്ടി പതിവായി INL മത്സരിച്ചിരുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനായുള്ള വരവിൽ വോട്ട് വിഹിതം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് പാദൂർ. അദ്ദേഹം അധികമായി പിടിക്കുന്ന വോട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദുമയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങളും വികസന നേട്ടങ്ങളും LDFിലെ CH കുഞ്ഞമ്പുവിന് അനുകൂലമാണ്. വോട്ടുകൾ പാർട്ടി ഭേദമന്യേ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് LDF. UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDFിലെ K. നീലകണ്ഠൻ. ചില അടിയൊഴുക്കുകളും വോട്ടുകളുടെ ഏകീകരണവും നീലകണ്ഠൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഫലം പ്രവചനാതീതമാക്കുന്നു. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്നാണ് NDAയിലെ മനുലാൽ മേലത്ത് പ്രതീക്ഷിക്കുന്നത്. LDFിന്റെ ഉറച്ച സീറ്റാണ് കാഞ്ഞങ്ങാട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ബാധിക്കാതിരിക്കുവാൻ താഴേത്തട്ടിൽ ശക്തമായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ പ്രാദേശിക സ്വീകാര്യത ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചേക്കും. UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ മുന്നണി പ്രവർത്തകരുടെ സജീവ സഹകരണം എത്രത്തോളമുണ്ടായെന്നത് വിജയസാധ്യതയിൽ നിർണായകമാകും. സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബൽരാജ്. CPMന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDFിലെ VPP മുസ്തഫ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായുള്ള സന്ദീപ് വാര്യരുടെ വരവ് മണ്ഡലത്തിന് പുറത്തും അകത്തും വലിയ ചർച്ചയായിട്ടുണ്ടോ? മുന്നണികൾക്ക് അതീതമായി വോട്ടുകൾ സന്ദീപിന് ലഭിച്ചേക്കുമോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. അതിനാൽ തന്നെ തൃക്കരിപ്പൂരിലെ ഫലം പ്രവചനാതീതമാണ്. NDA സ്ഥാനാർത്ഥി 2020യിലെ രവി കുളങ്ങരയും വോട്ട് വിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ കയറ്റാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം കടുത്ത ഗതാഗതക്കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഈ അലക്ഷ്യമായ പാർക്കിംഗ് വലിയ തിരിച്ചടിയാകുന്നത്. സ്വകാര്യ ബസ്സുകൾ റോഡിന് മധ്യത്തിൽ തന്നെ നിർത്തിയിടുന്നതിനാൽ വലതുവശത്തുനിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഇവിടെ ഒഴിവാകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബസ് ജീവനക്കാരോട് പലതവണ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു ഫലവുമില്ലെന്നാണ് ആക്ഷേപം. ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ശീലം തന്നെ ബസ് ജീവനക്കാർ തുടരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് തുമിനാട് വാർഡ് മെമ്പർ ഇല്യാസ് തുമിനാട് KCN ന്യൂസിനോട് പറഞ്ഞു. വ്യക്തിപരമായി പലതവണ ബസ് ഡ്രൈവർമാരോട് ഈ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് മാറ്റാമെന്ന് സമ്മതിക്കുമെങ്കിലും പിന്നീട് പഴയതുപോലെ തന്നെ തുടരുന്നത് നിർഭാഗ്യകരമാണെന്നും ഇല്യാസ് തുമിനാട് പറഞ്ഞു. എൻ്റെ അതിർത്തിയായ തളപ്പാടി പ്രദേശത്ത് ബസ് നിർത്താൻ സംവിധാനം ഉണ്ടായിട്ടും ലോക്കൽ ബസ് അവിടെ നിർത്തുന്നില്ല. എങ്ങനെ അത് ലൈൻ വരിയായിട്ട് നിർത്തുന്നൊന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോട് ഓർണിംഗ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ലൈൻ വരിയായിട്ട് നിർത്താൻ. അവിടെ അതിർത്തി പ്രദേശമായിട്ട് തളപ്പാടിയും കർണാടക കേരള അതിർത്തി ആയതുകൊണ്ട് ബസ് അവിടെ ടേണാവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ ലോക്കൽ ബസ് റോട്ടിൽ തന്നെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഓർണിംഗ് കൊടുത്തതാണ്. ഇനിയും വീണ്ടും ഇതിലേക്ക് ശക്തമായിട്ട് നിയമ നടപടിയായിട്ട് ഞാൻ ഇതിലേക്കായിട്ട് പോവും.
പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബങ്കനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ മാരകായുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാടി വില്ലേജിലെ എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബങ്കനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. 2021 ഏപ്രിൽ 3-ാം തീയതി രാത്രി 10:30ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാടി ഗ്രാമത്തിലെ എതിർത്തോട് സ്വദേശിയായ രാഘവ CH എന്നയാളെ പ്രതി കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ രാഘവ തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന നിബിൻ ജോയിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. തുടർന്ന് വിദ്യാനഗർ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്രീഡർ ചന്ദ്രമോഹനൻ ജി, അഡ്വക്കേറ്റ് ചിത്രകല M എന്നിവർ ഹാജരായി. ശാസ്ത്രീയമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കന്നഡ സിനിമയിൽ കാസർഗോഡ് നിന്നും പുതിയൊരു താരോദയം. ശരൺ രാജ് കാസർഗോഡ് നായകനായി എത്തിയ ലൂഡോ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നു. മംഗളൂരുവിലെയും ബംഗളൂരുവിലെയും തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനുള്ളത്. സിനിമയോടുള്ള പാഷനും ഒപ്പം കഠിനാധ്വാനവുമാണ് ശരൺ രാജിനെ ഇന്ന് സിനിമാ ലോകം അറിയുന്ന നായക നടനാക്കി മാറ്റിയത്. മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ ശരൺ രാജിന് മികച്ച ഒരു മലയാള ചിത്രമൊരുക്കണമെന്നാണ് ആഗ്രഹം. സിനിമകളുടെ ഹബ്ബാണ് കാസർഗോഡ്. കാസർഗോഡ് നിന്നും പല ഭാഷകളിലുള്ള സിനിമകളുടെ അണിയറയിലും അരങ്ങിലുമെല്ലാമായി നിരവധി പേരാണ് പ്രശസ്തരായുള്ളത്. അത്തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കന്നഡ സിനിമയിലെ താരമായ ശരൺ രാജ് കാസർഗോഡാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ലൂഡോ എന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. പുതിയ സിനിമയായ ലൂഡോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ സിനിമയ്ക്കുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് പ്രേക്ഷകരുടെ? സിനിമ ഇപ്പോൾ നല്ല അഭിപ്രായമാണ്. ബാംഗ്ലൂരിലൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇങ്ങോട്ടും മംഗലാപുരത്തും സുള്ളിയ, പുത്തൂർ, ഉടുപ്പി, കുന്താപ്പൂർ എല്ലായിടത്തും ആക്ച്വലി മൂവി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷം അവിടുത്തെ ഷോയ്ക്ക് കുറവായി. ഇപ്പോൾ മംഗലാപുരത്തും സുഹൃത്തുക്കല്ലായിട്ട് നടക്കുന്നുണ്ട് ഒരു ഷോ വെച്ചിട്ട്. എന്നിരുന്നാലും സാധാരണ കുറേ കന്നഡ പടം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നത് ഒറ്റ ഷോ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ലൂഡോ പടം ഇപ്പോഴും ഇപ്പോൾ 6-ാം ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. അതുപോലെ ബാംഗ്ലൂരിൽ നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഇതിലുള്ള ഒരു ആക്ടിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത്. സിനിമയുടെ കഥ ഒരു കുറച്ച് ഹൈപ്പർ ലിങ്ക് സ്റ്റോറിയാണ്. ഒരു 4-5 കഥ ഇങ്ങനെ കൂട്ടിയിട്ടുള്ളൊരു ഇതാണ്. ചില ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിലും അതിൽ ആക്ടിങ് കാര്യങ്ങളായാലും വേറെ കുറേ കാര്യങ്ങളായിട്ട് നല്ല അപ്രിസിയേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. D. യോഗരാജാണ് ഇതിൻ്റെ സംവിധായകൻ. പിന്നെ ബാക്കിയുള്ള കുറേ പരിപാടികൾ മൂപ്പർ തന്നെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഈവൻ DOPയും പകുതിയും മൂപ്പർ തന്നെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും അയാളൊരു ഒറ്റാൾ പട്ടാളാണ്. അങ്ങനെ മൂപ്പർ നല്ല വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും മുന്നേ ഒരു 4-5 പടമൊക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തും വേറൊരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട് D. യോഗരാജിൻ്റെ. അതേപോലെ ലൂഡോ പടം ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ബാംഗ്ലൂരിലൊക്കെ നല്ല സൗണ്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ഒരു കോൾ വന്നു, നല്ല അപ്രിസിയേഷനായി എന്ന് പറഞ്ഞ് നല്ലൊരു കോൾ വന്നു. സോ അത് കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇതിൽ വേറെ പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു 10-15 ഡേയ്സ് മുന്നേ, ഒരു 13th ഏപ്രിലാണെന്ന് തോന്നുന്നു, വിഷുവിനേക്കാളും മുന്നേ മൂപ്പർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ രാജ്കുമാറിൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മളന്ന് റിലീസ് ചെയ്യാൻ പോകുന്നു, അതൊരു ഫ്രൈഡേ ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രൊമോഷനിലുണ്ടാകും മൂപ്പർ ഫിലിം ഇറക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു മാംഗ്ലൂരിൽ കിട്ടുന്ന ഒരു റെസ്പോൺസും കൂടി നോക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബട്ട് എഗെയിൻ നമ്മൾ കാസർഗോഡുകാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. ബിക്കോസ് കന്നഡ സിനിമ പൊതുവെ ആൾക്കാർ കുറവാണ് കാണാൻ പോകുന്നത്.
സോ നമ്മൾ കാസർഗോഡ് നല്ലവരെ നാട്ടുകാരുടെ എല്ലാവരും ഒരു റിക്വസ്റ്റാണ് കന്നഡ ഫിലിം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ പോലത്തെ ചെറിയ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിരവധി പേർ കാസർഗോഡ് നിന്നും സിനിമയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാസർഗോഡുകാരൻ എന്ന രീതിയിൽ ഈ സിനിമ നിർമ്മിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടി ഈ കാസർഗോഡുകാരൻ എന്ന രീതിയിൽ താങ്കൾക്കുള്ള ഒരു അനുഭവം എങ്ങനെ അത് ഗുണകരമായിട്ടുണ്ടോ? വളരെ നല്ല അനുഭവമായിരുന്നു. ആക്ച്വലി ഇസ്മായിൽ മൂഡ്ഷെഡ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്. മൂപ്പരൊന്നിച്ച് ഞാൻ മുമ്പ് കോ പ്രൊഡ്യൂസറായിട്ട് അയാൾ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാണ് എനിക്കിതിൽ ഇത് റെഫർ ചെയ്തത്. മൂപ്പരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇസ്മായിൽ മൂഡ്ഷെഡും അഭിനയിച്ചിട്ടുണ്ട്. 2024 പടം തുടങ്ങിയത്. കംപ്ലീറ്റ് ആയപ്പോൾ 2025 പകുതിയോളമായി. എന്നിട്ടിപ്പോൾ റിലീസ് കുറേ ഡിലേ ആയി. ഇപ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് അവർ റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാനിതിനേക്കാളും മുന്നേ ഒരു തുളു പടവും ചെയ്തിട്ടുണ്ട്. ഒരു തുളു മറ്റൊരു ആർട്ട് ഫിലിമും ഇസ്മായിൽ മൂഡ്ഷെഡിൻ്റെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മൂപ്പർ എനിക്കൊരു ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ്. അതേപോലെ ഞാനും ഇപ്പോൾ ത്രിമൂർത്തിയിൽ നിന്ന് ഒരു പടം ഞാൻ തന്നെ സ്വന്തം സംവിധാനം ചെയ്ത് തുളു കന്നഡ പടം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അതിൻ്റെ അണിയ പ്രവർത്തനത്തിലാണ്. ഒരു 6 മാസമായി. ഒരു സോങ് ഷൂട്ട് മാത്രം പെൻഡിങ് ഉള്ളൂ. സൗപർണിക പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബാനറിൽ, എൻ്റെ സ്വന്തം ബാനറിൽ ഞാൻ തന്നെ സംവിധാനം നിർദ്ദേശം ചെയ്തിരുന്ന ഒരു പടമാണ്. സോ അതും നല്ല സൗണ്ടായിട്ട് വരും. ഒരു കോളേജ് സ്റ്റോറിയാണ്. അധികം ആൾക്കാർ ഇത് ഒരു നിർഭാഗ്യത്തിൻ്റെ ഒരു പരീക്ഷണശാലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കാസർഗോഡ് നിന്നെല്ലാം ഈ സിനിമയുടെ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രതിസന്ധികൾ അങ്ങനെയൊന്നുമില്ല. കാസർഗോഡുകാർ കൈവച്ചതെല്ലാം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇതുള്ളത്. അപ്പോൾ ഞാൻ പോലും ഇപ്പോൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ ശേഷം നമ്മളൊരു മലയാള പടം, അതാണ് എൻ്റെ ഒരു വലിയ ടാർഗറ്റും വലിയൊരു ഡ്രീമും, ഒരു മലയാള പടം ചെയ്യുന്ന നല്ല കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മലയാള പടം ചെയ്യണമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്താണ്? ഈ ലൂഡോ പടത്തിനാണോ? ലൂഡോ പടത്തിനെന്ന് വെച്ചാൽ ഒരു ഇതാണ് ഇപ്പോൾ സംഭവം നടക്കുന്ന ഈ കുറേ ഈ എന്താ പറയുക, ഈ ഗുണ്ടായിസവും പിന്നെ ഈ അണ്ടർവേൾഡും അതിലുള്ള ചെറിയ അതിൻ്റെ ബിസിനസ്സുകളും ചിലപ്പോൾ ഈ കള്ളപ്പണവും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒന്നിച്ചുള്ള ഒരു ലവ് അഫെയറിൽ ഇവിടെ പെട്ട് ഇതായിപ്പോയ ഒരു കഥയാണ്. പിന്നെ ഈവൻ ഇതിലുള്ള ഞാൻ ആദ്യം ഒരു വില്ലനായിട്ടാണ് ഷെയ്ഡായിട്ട് വരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഹീറോ ഇതിൽ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയും ആരും ക്രിമിനലായി ജനിക്കുന്നില്ല. ഒരു മോട്ടീവ്, ഒരു സ്റ്റോറി എന്തെങ്കിലും അവർക്കും ബാക്കിലുണ്ടാവും എന്നുള്ളൊരു ചെറിയ സ്റ്റോറി, അത് സന്ദേശം അതിലുണ്ട്, വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് നിരവധി മേഖലകൾ ഉണ്ടായിട്ടും ഈ സിനിമയിലേക്ക് തന്നെ വരുവാനുണ്ടായ ഒരു കാരണം? ഒരു പാഷനായിരുന്നു. ഞാൻ 2010 ഞാൻ ആദ്യം ഫ്രാൻസിസ് ജോസഫ് ജീര എന്ന് പറയുന്ന സംവിധായകൻ മലയാളത്തിൻ്റെ, മൂപ്പരൊന്നിച്ച് ഞാൻ ആക്ച്വലി വർക്കായിരുന്നു. മൂപ്പർ എന്നെ എൻ്റെ എന്തോ ഒരു സംഭവം കണ്ടിട്ട് മൂപ്പർ നീ വാ ഇതിൽ അഭിനയിക്കുന്നു പറഞ്ഞു. അത്രയും ഒരു ബന്ധം, ചെറിയ ബന്ധമായിരുന്നു. എവിടെയോ കണ്ടുവാ നീ വാ ഇങ്ങോട്ട്. അപ്പോൾ മൂപ്പരെന്തോ എന്നിൽ കണ്ടിട്ടുണ്ടാവും ആ ടൈമിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ആ പടം ഫ്രണ്ടിൽ വന്നില്ല. പിന്നെ ഞാൻ ദുബായിലായിരുന്നു, ഒരു 7 വർഷം ബാങ്കിങ് ജോബിലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും സിനിമയിലേക്ക് ഒന്നുകൂടി ഇത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇസ്മായിൽ മൂഡ്ഷെഡ് എന്ന് കാണുന്നതും പിന്നെ ഇതാകുന്നതും. പിന്നെ ഇതിൻ്റെ എല്ലാം റൂട്ട് എന്ന് വെച്ചാൽ എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരെ വലിയ ഫാനാണ്. ചെറുപ്പം മുതൽ ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. സോ മൂപ്പരെ എത്രയോ സിനിമ കണ്ടിട്ടുണ്ട്. മൂപ്പരിൻ്റെ അതൊരു വലിയ ഇൻസ്പിറേഷനാണ് മോഹൻലാലിൻ്റെ. അതുണ്ട്. എന്താണ് പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ത്രിമൂർത്തിൽ ഇപ്പോൾ ഇതിലുണ്ട്, പൈപ്പ് ലൈനിലുണ്ട്. പിന്നെ ഒരു പടം, അതിൻ്റെ ഇപ്പോൾ പേര് പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു ചടങ്ങെല്ലായിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തിറക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഉള്ളത്. ഒരു മലയാള പടം എന്തായാലും വരും, അത് തീർച്ചയാണ്. എന്തായാലും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ കന്നഡ സിനിമയിലെ ഇപ്പോഴത്തെ ഒഴിവാക്കുവാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഈ ശരൺരാജ് കാസർഗോഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു അഭിനയ പാടവം ഈ ലൂഡോ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഒരു കാസർഗോട്ടുകാർ എന്ന രീതിയിൽ എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. എന്തായാലും ഇനിയുള്ള സിനിമകളിലും മികച്ച പ്രകടനം നടത്തി സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരമായി ശരൺരാജിന് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. താങ്ക് യു. വളരെ നന്ദി. ഈവൻ KCN ചാനൽക്കും വളരെ നന്ദി. ഇങ്ങനെ ഒരു ചെറിയൊരു കലാകാരനെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ കാണിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതൊരു വലിയ സപ്പോർട്ടാണ്. ഇനിയും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സന്തോഷം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കാരടുക്ക പഞ്ചായത്തിലെ ബോക്സൈറ്റ് ഖനനത്തിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കും. ജനവാസ മേഖലയിലെ ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് വെള്ളിയാഴ്ച മനുഷ്യമതിൽ തീർക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനം നടത്താൻ അധികൃതർ അടയാളപ്പെടുത്തിയ കാടകം 13-ാം മൈലിൽ അന്തർസംസ്ഥാന പാതയോട് ചേർന്ന് വൈകിട്ട് 6-നാണ് സമരം. കാളിദാസ ക്ലബ്ബ് പരിസരത്ത് വൈകിട്ട് 5-ന് സമരസമിതി രൂപവൽക്കരണവും നടക്കും. കാരടുക്ക പഞ്ചായത്തിലെ കൊട്ടംകുഴി, കാരടുക്ക വാർഡുകളിൽ കേന്ദ്ര സംസ്ഥാന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകൾ സംയുക്തമായി ചേർന്നാണ് ബോക്സൈറ്റ് ഖനനം നടത്താൻ സർവേ പൂർത്തിയാക്കി ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. കാരടുക്കയിൽ കാടകം പ്രദേശത്ത് ഖനനത്തിനായി കണ്ടെത്തിയ പ്രദേശം ജനവാസ മേഖലയാണ്. കർമ്മന്തൊടി, കല്ലളിക്കാൽ, കൊട്ടംകുഴി, കുണ്ടടുക്കം, നാർലം, ചായ്ത്തലം, പയ്യനിടുക്കം, നെക്കാർളം,
പാണൂർ, വണ്ണാച്ചടവ്, ശാന്തിനഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 1000-ഓളം വീടുകളെയും കുടുംബാംഗങ്ങളെയും ഖനനം നേരിട്ട് ബാധിക്കും. കിലോമീറ്ററുകൾ നീളുന്ന ചെങ്കൽപ്പാറകളുടെ അടുക്കുകൾ മാറ്റുന്നതോടെ പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെയും ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കൃഷിയെയും ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. വനമേഖലയും ജനവാസ മേഖലയും ഇടകലർന്നു നിൽക്കുന്ന പ്രദേശമാണ് കാടകം. കാടും നാടും ഇടചേർന്നുള്ള ഭൂപ്രദേശമാണിത്. വന്യജീവികളും ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതിയെ നശിപ്പിച്ചും ജനജീവിതം ദുസ്സഹമാക്കിയുമുള്ള ഖനന നടപടികൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം CPM കാടകം ലോക്കൽ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നുവെന്നും ജില്ലാ ഭരണാധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. വനഭൂമിക്കകത്താണ് ഈ ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ ഈ വനഭൂമി എന്ന് പറയുന്നത് ഒരു മതിൽ പോലെ രണ്ടു വശത്തും ജനവാസ കേന്ദ്രവും ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഏകദേശം 82 ഹെക്ടർ സ്ഥലത്താണ് ഈ നിർദ്ദിഷ്ട ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന സർവേ നടത്തുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്കുള്ള ആശങ്ക അവരെ അറിയിച്ചിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഈ ആശങ്ക അയറ്റുന്നവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നത്തെ സംബന്ധിച്ചൊന്നും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ആകെ ജലസ്രോതസ്സിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വള്ളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്താണ് ഈ ഖനന പദ്ധതി നടപ്പിലാക്കുന്നത്. കാലവർഷം ലഭിച്ചാൽ ഏകദേശം ഫെബ്രുവരി മാസം വരെ വെള്ളം കെട്ടി നിൽക്കുന്ന 2 വലിയ വള്ളങ്ങൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊട്ടമൊഴിയും അതുപോലെ തന്നെ പാണൂർ പ്രദേശത്തെ ജലസ്രോതസ്സിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വള്ളങ്ങളാണ്. അത്തരം പ്രദേശത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഖനനം ഉണ്ടായാൽ കുടിവെള്ളം ക്ഷാമം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇതിന്റെ അതേപടി എന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഈ ഖനനം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഖനനത്തിന്റെ ടെൻഡർ നടപടി ഏപ്രിൽ മാസത്തിൽ ഒരു ആദ്യഘട്ട ടെൻഡർ നടപടി പോയിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ടെൻഡർ എടുക്കാൻ ആരും ഉണ്ടായില്ല. വീണ്ടും അതിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ നിന്നെല്ലാം അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഖനനം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. A. വിജയകുമാർ, ജയൻ കാടകം, KP സുജല, K. ശങ്കരൻ, CK വിജയകുമാർ, രഞ്ജിത്ത് കാടകം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോസ്റ്റ് ഓഫീസിൽ നിന്നും പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം. ചെങ്കള വില്ലേജിലെ ചേരൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പോസ്റ്റ്മാനായി സേവനം ചെയ്തിരുന്ന N. ദാമോദരനാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. 20 വർഷത്തിലധികം ചെങ്കള വില്ലേജിൽപ്പെട്ട ചേരൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പോസ്റ്റ്മാനായി സേവനം ചെയ്തയാളാണ് N. ദാമോദരൻ. തന്നെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി 13 വർഷത്തോളമായെന്നും തിരിച്ചെടുക്കുവാൻ നടപടി വേണമെന്നുമാണ് ദാമോദരന്റെ ആവശ്യം. ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത്. തന്റെ ആവശ്യങ്ങൾ എഴുതിയ ബോർഡ് കയ്യിൽ പിടിച്ചാണ് ദാമോദരന്റെ പ്രതിഷേധം. അതായത് വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കിയത്. ദാമോദരനെ പുറത്താക്കുന്നത് കുറച്ച് മാസത്തേക്ക് മാത്രം. കുറച്ച് മാസം കഴിഞ്ഞിട്ട് ദാമോദരനെ സർവീസിൽ തിരിച്ചെടുക്കുന്നതായിരിക്കും. മാത്രം ഇത്ര വർഷമായിട്ടും കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ടോ മേലധികാരിയോ എന്നെ ഇതുവരെ സർവീസ് തിരിച്ചെടുത്തിട്ടില്ല. ഈ 13 വർഷത്തിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും മാസക്കണക്കിനും ഞാൻ പോസ്റ്റ് സൂപ്രണ്ടുമായിട്ടും കോഴിക്കോട് കാലിക്കറ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറലുമായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ അവരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടു. ഒരു ആനുകൂല്യം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ പിടിച്ചു വലിച്ച ആനുകൂല്യമോ എൻ്റെ ശമ്പളമോ യാത്രാപത്തോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ 12 വർഷം പിന്നിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 13 വർഷം കാലാവധിയായി ഞാൻ പുറത്തു നിൽക്കുന്നത്. എന്നെ ഉടനടി സർവീസ് തിരിച്ചെടുക്കണം. എന്നെ നിലവിൽ 5 വർഷം സർവീസ് എനിക്കുണ്ട്.
സർവീസിൽ നിന്നും പുറത്തായതിനെ തുടർന്ന് ഇപ്പോൾ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ദാമോദരൻ ജീവിതമാർഗം കണ്ടെത്തുന്നത്. തന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കാണുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. തന്നെ സർവീസിൽ നിന്നും തിരിച്ചെടുക്കുവാൻ നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുമെന്നും എൻ ദാമോദരൻ കൂട്ടിച്ചേർത്തു. ഇദ്ദേഹത്തിൻ്റെ സമരത്തിന് പിന്തുണയുമായി ജനസൗഹൃദവേദിയും രംഗത്തുണ്ട്. ദാമോദരനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് 13 വർഷത്തോളമായിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇനിയെങ്കിലും സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുക്കുവാൻ നടപടിയുണ്ടാകണമെന്ന് ജനസൗഹൃദവേദി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി MDA പാണലം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള 4-ാം മൈൽ പാണാർക്കുളം ബദ്രിയ അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്നവർക്ക് പ്രൗഢമായ ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അച്ചക്കോട് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബദ്രിയ അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാണാർക്കുളം ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് നടത്തി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഇബ്രാഹിം സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മധു, അധ്യാപിക രജനി കുമാരി KV എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പാണാർക്കുളം ജമാഅത്ത് പ്രസിഡന്റ് കളപ്പുര മുഹമ്മദ് കുഞ്ഞി ഹാജി, ജനറൽ സെക്രട്ടറി MA മുഹമ്മദ് കുഞ്ഞി ഹാജി, ട്രഷറർ അബ്ദുൾ റഹ്മാൻ ഹാജി പുഴക്കര എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് CB ലത്തീഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ബീന MK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിൽ ത്രിദിന ശുചീകരണ യജ്ഞം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെയും സ്വച്ഛ സർവേക്ഷൻ്റെയും KSWMPയുടെയും ഭാഗമായി കാസർഗോഡ് നഗരസഭയുടെ നേതൃത്വത്തിൽ 28 മുതലാണ് ശുചീകരണ യജ്ഞം തുടങ്ങിയത്. ബന്നർ മയക്കുമുന്നേ വൃത്തിയാക്കിറ എന്ന വ്യത്യസ്തമായ പേരിലായിരുന്നു 3 ദിവസങ്ങളിലായി ശുചീകരണം നടത്തിയത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം നിർവഹിച്ചു. 3 ദിവസമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ബന്നർ മഴയ്ക്കുമുന്നേ വൃത്തിയാക്കിറ എന്ന ക്യാപ്ഷനോട് കൂടി നടത്തുന്ന ശുചീകരണ ക്യാമ്പയിനാണ് നടത്തുന്നത്. ആദ്യത്തെ ദിവസം മുനിസിപ്പാലിറ്റിയുടെ അകത്തും, രണ്ടാമത്തെ ദിവസം മുനിസിപ്പാലിറ്റി ഓഫീസിന് പുറത്തും, മൂന്നാമത്തെ ദിവസം സമാപന ദിവസമായ ഇന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ശുചീകരണ പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേന അംഗങ്ങളും വ്യാപാരികളും എല്ലാവരെയും സന്നദ്ധ പ്രവർത്തകരെയും ഒത്തൊണിച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശുചിത്വം കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാവരും സഹകരിച്ചാൽ തീർച്ചയായും നമ്മുടെ കാസർഗോഡ് ടൗണിനെ ഏറ്റവും നല്ല ടൗണാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് മുഴുവൻ ആളുകളും മുഴുവൻ ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും മുനിസിപ്പാലിറ്റിയുമായി സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥന നടത്തുകയാണ്. ആദ്യ ദിനം നഗരസഭാ ജീവനക്കാർ ചേർന്ന് ഓഫീസ് പരിസരം ശുചീകരിച്ചു. രണ്ടാം ദിനമായ ഏപ്രിൽ 29 നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും ചേർന്ന് ഓഫീസ് പരിസരവും അനുബന്ധ മേഖലകളും വൃത്തിയാക്കി. മൂന്നാം ദിനമായ വ്യാഴാഴ്ച നഗരത്തിൽ വിപുലമായ രീതിയിലുള്ള മെഗാ ശുചീകരണ പരിപാടിയാണ് നടത്തിയത്. ശുചിത്വ മിഷൻ, KSWMP, കുടുംബശ്രീ, NSS, NCC കേഡറ്റുകൾ, വ്യാപാരി, വ്യവസായികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായി. നഗരസഭയുടെ ബയോ മൈനിംഗ് പദ്ധതി ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും ഇതോടൊപ്പം പ്രാധാന്യം നൽകുന്നുണ്ട്. നഗരത്തെ സുന്ദരമാക്കുന്നതിനായി ജനപ്രതിനിധികളും വിവിധ സംഘടനകളും പൊതുജനങ്ങളുമെല്ലാം ഒത്തുചേർന്ന ആവേശകരമായ പങ്കാളിത്തമാണ് ശുചീകരണ യജ്ഞത്തിൽ ദൃശ്യമായത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഇനി നമ്മൾ എല്ലാവരും വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യും. ഉദ്യോഗസ്ഥന്മാരും സ്ട്രിക്റ്റായിരിക്കും. അതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നല്ല നടപടിയിലേക്ക് പോകും. കാരണം ഈ നഗരം എന്ന് പറയുന്നത് ജനങ്ങളുടെ നഗരമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കേരളത്തിലെ മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു നമ്മൾ 3 വർഷമായിട്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ പൂർണ്ണമായ വിജയം എത്തിയിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ. അതുകൊണ്ട് കാസർഗോഡ് നഗരസഭ വളരെ ശക്തമായ നടപടികളുമായിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ വേണം. നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ, കടലോരങ്ങൾ, അതുപോലെ തന്നെ നഗര പ്രദേശങ്ങളെല്ലാം തന്നെ വലിച്ചെറിയൽ മുക്തമായിരിക്കണം. ഒരാളും ഒരു കാര്യം വലിച്ചെറിയരുത്. അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക, തരംതിരിച്ച് വയ്ക്കുക. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും പ്രത്യേകം വേർതിരിച്ച് തന്നെ വെക്കണം. ഇല്ലെങ്കിൽ അത് ഫൈൻ ചുമത്തുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും
പൊതുപ്രവർത്തകരുടെ ഇടയിലും എല്ലാ തൊഴിലാളി വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ തന്നെ ഈ ഒരു ബോധം വേണം. നമ്മുടെ നാട് സുന്ദര നഗരമാണ്, കാസർഗോഡ് സുന്ദരമാണ്. അതിലേക്കുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നഗരസഭ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴയെ വരവേൽക്കാൻ മുളിയാറിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. വരവേൽക്കാം പുതുമഴയെ, ഒന്നിക്കാം ശുചിത്വത്തിനായി എന്ന സന്ദേശവുമായാണ് മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ 10 മേഖലകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വരവേൽക്കാം പുതുമഴയെ, ഒന്നിക്കാം ശുചിത്വത്തിനായി എന്ന സന്ദേശവുമായി മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ 10 മേഖലകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ബോവിക്കാനം, പൗവൽ, ഇരിയണ്ണി, എരിഞ്ചേരി, കോട്ടൂർ, കാനത്തൂർ, അല്ലാമ നഗർ, മാസ്തിക്കുണ്ട്, എടനീർ, തേജസ് കോളനി, അമ്മങ്കോട്, ലക്ഷം വീട് കോളനി എന്നീ കേന്ദ്രങ്ങളിലാണ് പ്രത്യേകം സംഘാടക സമിതി രൂപീകരിച്ച് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ബോവിക്കാനം ടൗണിൽ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. വരവേൽക്കാം പുതുമഴയെ, ഒരുമിക്കാം ശുചിത്വത്തിനായി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഈ പുതുമഴയെ വരവേൽക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള മൊത്തത്തിൽ ഒരു ശുചീകരണം, ഇതാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഇതൊരു ടൗൺ വൃത്തിയാക്കൽ ചടങ്ങ് മാത്രമല്ല, ഇത് എല്ലാ വീടും മുറ്റവും എല്ലാ പരിസര പ്രദേശങ്ങളും എല്ലാ ചെറിയ ടൗൺ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കണം എന്നുള്ളതിൻ്റെ സന്ദേശമാണ്. ഇന്ന് ഇത് മുളിയാർ പഞ്ചായത്തിലെ ഏകദേശം 8 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇതിൽ വലിയ സന്ദേശം കൊടുക്കുകയാണ് പൊതുജനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇന്ന് വരുന്ന ജനിതക രോഗങ്ങൾ, അതുപോലെ തന്നെ കൊതുകുശല്യ രോഗങ്ങൾ അടക്കമുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് പിടിപെടുന്ന ഈ സാഹചര്യത്തിൽ ശുചീകരണം വളരെ അത്യാവശ്യമാണ്. ഇനി വേനൽ മഴ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലം വരാൻ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് മുളിയാർ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങൾ തുടക്കം കുറിച്ചു. ഈ കടുത്ത വേനൽ ചൂട് ആയതുകൊണ്ടാണ് ഞങ്ങൾ അതിരാവിലെ തന്നെ 6:30 മണിക്ക് ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളും ഇതേ സമയത്ത് എല്ലായിടത്തും മുളിയാർ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണ്. ഞാൻ KB മുഹമ്മദ് കുഞ്ഞി, പ്രസിഡന്റ് മുളിയാർ ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തിനി ദേവി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ മൻസൂർ മല്ലത്ത്, മെമ്പർമാരായ ഇ മോഹനൻ, ജയകൃഷ്ണൻ മാസ്റ്റർ, നസീർ മൂലടുക്കം, രമേശൻ മുതലപ്പാറ, അനന്യ M, ലുബ്ന മുനീർ, മിസ്രിയ റഫീഖ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K പ്രേമലത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ, ആസൂത്രണ സമിതി അംഗം ഷെറീഫ് കൊടവഞ്ചി, പൊതുപ്രവർത്തകരായ മൻസൂർ മല്ലത്ത്, സിദ്ദിഖ് ബോവിക്കാനം, അബ്ദുൾ ഖാദർ കുന്നിൽ, അബ്ദുള്ള ഹാജി ബാങ്കോക്ക്, ഹംസ ചോയ്സ്, മുസ്തഫ ബിസ്മില്ല, ഭാസ്കരൻ ചേടിക്കാൽ, ശ്രീനി ബാവിക്കര, ഫൈസൽ പൗവൽ, ഹസൈൻ നവാസ്, കബീർ ബാലിനടുക്കം, മുഹമ്മദ് ഓട്ടോ ഡ്രൈവർ എന്നിവർ നേതൃത്വം നൽകി. പൗവലിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ പൈക്ക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഫീസ മുഹമ്മദ് കുഞ്ഞി, മെമ്പർമാരായ ആയിഷ റഹിമാൻ, റുഷ്ദ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുളിയാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പാലിയേറ്റീവ് അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വളണ്ടിയർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് അംഗങ്ങൾ, വ്യാപാരികൾ, ഓട്ടോ ഡ്രൈവർമാർ, ക്ലബ്ബ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി യുവജന പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം. മഞ്ചേശ്വരത്തിന്റെ വികസനത്തിന് അടിത്തറ പാകിയ ജനകീയ നേതാവും തുളുനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയുമായിരുന്ന മുൻ MLA M രാമപ്പ മാസ്റ്ററുടെ 35ാമത് അനുസ്മരണ സമ്മേളനം മഞ്ചേശ്വരം തോമസ് ഹാളിൽ നടന്നു.
സംസ്ഥാന സമിതി അംഗം ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തിന്റെ വികസനത്തിന് അടിത്തറ പാകിയ ജനകീയ നേതാവും തുളുനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയുമായിരുന്ന മുൻ MLA എം രാമപ്പ മാസ്റ്ററുടെ 35ാമത് അനുസ്മരണ സമ്മേളനം സംസ്ഥാന സമിതി അംഗം ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് വരുമ്പോൾ സഖാവ് രാമപ്പ മാഷെ കണ്ടു മാത്രമേ ഞങ്ങൾ എൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ച് മാത്രം ചെയ്യാറുള്ളൂ. ആ സ്കൂളിനടുത്ത് ആ വീട്ടിൽ അദ്ദേഹത്തെ കണ്ട് ഉപദേശങ്ങളൊക്കെ ചോദിച്ച് മാഷ് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പരിപാടികളുമായി പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമാണ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മഞ്ചേശ്വരം മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സഖാവ് രാമപ്പ മാഷ്. പലപ്പോഴായി ഡോക്ടർ സുബ്ബറാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതിന് ശേഷം പല കാര്യങ്ങളും രാമപ്പ മാഷയുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോയത്. രാമപ്പ മാസ്റ്ററുടെ രാഷ്ട്രീയ ജീവിതത്തെയും വികസന കാഴ്ചപ്പാടുകളെയും അദ്ദേഹം അനുസ്മരിച്ചു. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഉപദേശങ്ങളും പ്രോത്സാഹനവും നൽകിയിരുന്ന വ്യക്തിയായിരുന്നു രാമപ്പ മാസ്റ്റർ എന്നും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്നും നമ്മെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPI മുതിർന്ന നേതാവ് S രാമചന്ദ്ര അധ്യക്ഷത വഹിച്ചു. ജയറാം വെള്ളംകുടേൽ, ജില്ലാ സമിതി അംഗം രാമകൃഷ്ണ കടമ്പാർ, മുസ്തഫ കടമ്പാർ, ജില്ലാ മോട്ടോർ യൂണിയൻ പ്രസിഡന്റ് ശ്രീധർ RK, ലോക്കൽ സെക്രട്ടറി ഹരീഷ് KR, ഗംഗാധര കൊഡ്ഡെ തുടങ്ങിയവർ പങ്കെടുത്തു. അജിത് ലാൽബാഗ് സ്വാഗതവും ശ്രീധർ RK നന്ദിയും പറഞ്ഞു. പ്രദേശത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ ഒട്ടേറെ പ്രവർത്തകർ പ്രിയ നേതാവിന് ആദരവർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡോക്ടർ സുകുമാരനുള്ള യാത്രയയപ്പും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് വിദ്യാലയ അങ്കണത്തിൽ സിജോത്സവ് 26 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡോക്ടർ സുകുമാരനുള്ള യാത്രയയപ്പും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വിദ്യാലയ അങ്കണത്തിൽ സിജോത്സവ് 26 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. ചടങ്ങിൽ വിരമിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപിക ശ്രീലതയ്ക്കും യാത്രയയപ്പ് നൽകും. സ്കൂൾ മാനേജറായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യുമെന്നും ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ ഉപഹാര സമർപ്പണം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥിയും നടനുമായ രാജേഷ് മാധവൻ മുഖ്യാതിഥിയാകും. തുടർന്ന് ജില്ലാ സംസ്ഥാന യുവജനോത്സവ വിജയികളുടെ വിവിധ കലാപ്രദർശനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട മെഗാ ഓർക്കസ്ട്രയും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. വർഷങ്ങളോളം വിദ്യാലയത്തിന്റെ പാഠ്യേതരാനുബന്ധ മേഖലകളിൽ നിസ്തുലമായ സേവനം കാഴ്ചവെച്ച ഗുരുനാഥന്മാരെ ആദരിക്കുന്നതിനായി രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സഹപാഠികളും ജമാഅത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുചേരുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചലച്ചിത്ര താരവുമായ ശ്രീ രാജേഷ് മാധവൻ മുഖ്യാതിഥിയായി എത്തുകയാണ്. മുൻ മന്ത്രിയും ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ CT അഹമ്മദ് അലി സാഹിബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ അബൂബക്കറാണ് ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ നേരാനായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാംസ്കാരിക സദസ്സിന് ശേഷം ജില്ലാ, സംസ്ഥാന യുവജനോത്സവ വിജയികളുടെ വിവിധ കലാപ്രദർശനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട മെഗാ ഓർക്കസ്ട്രയും വേദിയിൽ അരങ്ങേറുന്നതാണ്. സ്വാഗത സംഘം ചെയർമാൻ BH അബ്ദുൾ ഖാദർ, കൺവീനർ K വിജയൻ, ട്രഷറർ SMS ഖലീലുള്ള, നാസർ കുരിക്കൽ, ജിജി തോമസ്, ഹഫീസ് അബ്ദുള്ള, ഫാറൂഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പുകടിയേറ്റ എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര മരണത്തിന് കീഴടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. സംസ്ഥാനത്ത് UDF തരംഗമെന്ന് എക്സിറ്റ് പോൾ. കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസ്.
പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കന്നഡ സിനിമയിൽ കാസർഗോട്ട് നിന്നും പുതിയൊരു താരോദയം. ശരൺ രാജ് കാസർഗോഡ് നായകനായി എത്തിയ ലൂഡോയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം. പോസ്റ്റ് ഓഫീസിൽ നിന്നും പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യം. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരവുമായി ദാമോദരൻ. കാസർഗോഡ് നഗരസഭയിൽ ത്രിദിന ശുചീകരണ യജ്ഞം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.